ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ എല്ലാ ചെറിയ ചെറിയ വിജയങ്ങളുണ്ട്. നമ്മൾ ഈ വലിയ വലിയ വിജയങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ അയ്യോ നിരാശരായിട്ട് പോകുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ വിജയം എന്താ, നമ്മൾ മറൈൻ ഡ്രൈവിലായിരുന്നു. ഒരു പുള്ളി പറഞ്ഞു നിങ്ങളൊരു ഓഫീസ് റൂമിൻ്റെ ഒരു മുറി എടുത്തോളൂ, ഒരു കസേര എടുത്തോളൂ. ആ ഒരു മുറിയും കസേരയും ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ വിജയമായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ മുറിക്ക് ഞങ്ങൾ വാടക കൊടുത്തു തുടങ്ങി. ഒരു മാസത്തോളം ഞങ്ങൾ വാടക കൊടുത്തത്, 2-ാം മാസം മുതൽ ഞങ്ങൾ ആ മുറിക്ക് വാടക കൊടുക്കാൻ പറ്റി. അത് 2ാമത്തെ വിജയം. ഒരാൾ നമ്മളെ വിളിച്ച് കയറ്റി ഒരു മുറിയിൽ ഇരുത്തുന്നു, അതിൻ്റെ വാടക നമുക്ക് അടുത്ത മാസം മുതൽ കൊടുക്കാൻ പറ്റുന്നു. അതൊരു വിജയമായി. നമ്മൾ പുള്ളിക്ക് നമ്മൾ വലുതാവുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് തോന്നി, പുള്ളി ഒരു മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് സ്പേസ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫീസ് സ്പേസ് പൊന്നേത്ത് ടെമ്പിൾ റോഡിൽ പോയിട്ട് 2 മുറിയുള്ള ചെറിയ സ്പേസ് എടുക്കുന്നു. അത് അടുത്ത വിജയം. സ്വന്തമായിട്ട് എടുക്കുന്നു, വേറെ ആളുടെ മുറിയിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ആൾ ഈ ഓഫീസ് ഒഴിഞ്ഞു പോകേണ്ടി വരികയാണ്. പുള്ളി ഒഴിയാണ്, പുള്ളിയുടെ നാട്ടിൽ മാത്രം കച്ചവടമാക്കാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കി വിട്ട ഓഫീസിലേക്ക് നമ്മൾ തിരിച്ചു കയറി ചെല്ലുന്നു. ഇത് വീണ്ടും ഒരു നമ്മളൊരു ഇവന്റ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും പറയുന്നത് നമ്മളെ കൊണ്ട് ഇവന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ 300 സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മിനിസ്റ്ററെ വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇവന്റ് ഹോളിഡേയിൽ ചെയ്യുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു വിജയമാണ്.